വേലകളുടെ വേലയായ നെന്മാറ വേലയുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ തുടങ്ങി. ഇന്ന് രാത്രിയിലും നാളെ പുലർച്ചെയും നടക്കുന്ന പ്രശസ്തമായ നെന്മാറ വെടിക്കെട്ട് കാണാൻ ആയിരങ്ങളാണ് എത്തുന്നത്. കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള വേലകളിലൊന്നായ നെന്മാറ വേലയിൽ പങ്കെടുക്കാൻ കനത്ത ചൂടിനെ അവഗണിച്ചും ദൂരദേശങ്ങളിൽ നിന്ന് പോലും ആളുകൾ എത്തുന്നുണ്ട്. വേലയുടെ ഏറ്റവും പ്രധാന ആകർഷണം ഇരുദേശങ്ങളും ഒരുക്കിയ ബഹുനില ദീപാലങ്കാര പന്തലുകളാണ്. ഞാനൊരു പ്രവാസിയാണ്. കഴിഞ്ഞ 31 വർഷമായിട്ട് പ്രവാസിയാണ്. അവിടെ നെന്മാറ ദേശം ഓവർസീസ് സംഘം എന്നുള്ള സംഘടനയിലെ എല്ലാ വ്യക്തികളും ഇവിടെയുണ്ട്. നെന്മാറ വേല ദിവസം ഈ സമയത്തിന് വേണ്ടി മാത്രം ഓടിയെത്തുന്നതാണ്. ഇത് വേല വെടിക്കെട്ട്, ഒന്നാമത്തെ വെടിക്കെട്ട് ഗംഭീര വെടിക്കെട്ടാണ്. മറ്റേ ഗർഭം കളിക്കുന്നതാണ് പൊതുവെ പറയാറുള്ളത്. 30 ആനകളാണ് വേലയ്ക്കായി നെന്മാറ വല്ലങ്ങി ദേശങ്ങളിൽ അണിനിരക്കുന്നത്. വൈകിട്ട് 6:30 മുതലാണ് പ്രശസ്തമായ നെന്മാറ വെടിക്കെട്ട് ആരംഭിക്കുന്നത്. അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ ഹൈക്കോടതിയിൽ നിന്നാണ് നെന്മാറ വേലയ്ക്കുള്ള വെടിക്കെട്ടിന് അനുമതി ലഭിച്ചത്. ഉച്ചയ്ക്ക് ശേഷം നെന്മാറ ക്ഷേത്രത്തിലേക്കുള്ള പ്രധാന പാതകളെല്ലാം പോലീസ് ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വേലകളുടെ വേലയായ നെന്മാറ വേല കാണാനായി ആയിരങ്ങളാണ് നെന്മാറ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തുന്നത്. നെന്മാറ വേലയും വെടിക്കെട്ടും കണ്ട് ഇവിടെ നിന്ന് വിട പറയുമ്പോൾ അടുത്ത വേലക്കാലത്തിനായി കാത്തിരിക്കുകയാകും ഈ നാടൊന്നാകെ. ക്യാമറമാൻ മുഹമ്മദിനൊപ്പം ശ്യാംകുമാർ, 24 നെന്മാറ.